Good morning. അപ്പോൾ നമുക്ക് ഇന്ന് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മളൊരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്താന്ന് നോക്കി. ഒരു ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ജനറലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെയാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ സെക്ഷനിൽ ഇപ്പൊ ബീംസിനെ കുറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാന്റിലിവർ പ്രോബ്ലം. അപ്പൊ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 2 ഡിഫറെന്റ് പോയിന്റ്സിലാണ് നമുക്ക് അവിടെ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരിക്കുക. എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സിൽ എന്തായിരിക്കും വൈ ഡാഷ് അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, വിച്ച് ഇസ് എ 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. അപ്പോ ഈ സെക്ഷനിൽ നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ a2 of x into y double dash, that is d square y by dx square plus a1 of x into y dash എന്ന് പറഞ്ഞാൽ dy by dx plus a0 of x into y is equal to g of x. ഇതൊരു സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ എയുടെ വാല്യൂ എക്സിന്റെ വാല്യൂസ് റേഞ്ചസ് ഫ്രം എ ടു ബി. ഓക്കെ, സബ്ജക്ട് ടു ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് ടു a1 into y of a plus b1 into y dash of a is equal to c1. അതേമാതിരി a2 into y of a plus b2 into a2 into b. നമ്മൾ a എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞു, ഇനി b എന്ന് പറയുന്ന പോയിന്റിലാണ് നോക്കുന്നത്. അപ്പോൾ a2 into y of b plus b2 into y dash of b is equal to c2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം സബ്ജക്ട് ടു ദീസ് കണ്ടീഷൻസ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഈ g of y എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതൊരു ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും. ഇനി അതല്ല g of x എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലം ഒരു നോൺ ഹോമോജീനിയസ് പ്രോബ്ലം ആണ്, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ് എന്നുള്ളത് പറയും. ഓക്കെ, അപ്പോ g of x 0 ആവുമ്പോൾ c1 ഉം c2 ഉം 0 ആണെന്ന് വിചാരിക്കുക. കണ്ടീഷൻസ് എന്ത് വേണമെങ്കിലും വരാം. നമ്മൾ c1 c2 0 ആയിട്ട് എടുക്കുന്നത് എങ്കിൽ നമ്മളുടെ ആ പ്രോബ്ലം ദാറ്റ് ഇസ് a2 of x into y double dash plus a1 of x into y dash plus a0 of x into y is equal to 0, where a1 into y of a plus b1 into y dash of a is equal to 0, a2 into y of b plus b2 into y dash of b is equal to 0. ഈ പറയുന്നത് നമുക്ക് ഒരു ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെന്നുള്ളത് പറയാം. അതേമാതിരി ഇത് നോൺ സീറോയും ഇത് രണ്ടും 0 ആവുന്ന കേസിലാണെങ്കിലും നമ്മൾ അതിനെ നോൺ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് തന്നെയാണ് പറയാം. അപ്പൊ ഈ കോൺസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഈ g of x ഇവിടെ 0 ആണോ നോൺ സീറോ ആണോ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നുണ്ടായിരുന്ന സെയിം ഫോം തന്നെയാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് a1 b1 a2 b2 എന്ന് പറയുന്നത് രണ്ടും കൂടി 0 ആവാൻ പറ്റില്ല. അപ്പൊ രണ്ടും കൂടി 0 ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ തന്നെ 0 ആയി പോകും. അപ്പൊ അത് വാലിഡ് അല്ല. അപ്പൊ ഇതിൽ അറ്റ്ലീസ്റ്റ് a1 ഓർ b1 ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ a1 അല്ലെങ്കിൽ b1 ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ ആവണം. രണ്ടും നോൺ സീറോ ആയാലും
കുഴപ്പമില്ല. അതേമാതിരി A2 B2 A2 അല്ലെങ്കിൽ B2 രണ്ടും ഒരേ സമയത്ത് 0 ആവാൻ പറ്റില്ല. ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷനിൽ A1 എന്ന് പറയുന്ന കോൺസ്റ്റന്റും B1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷനിൽ A2 അല്ലെങ്കിൽ B2 ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ ആയേ പറ്റുള്ളൂ. രണ്ടും കൂടിയും ഒരേ സമയത്ത് 0 ആവാൻ പറ്റില്ല. 0 ആയി കഴിഞ്ഞാൽ എന്ത് വരും? ഈ കണ്ടീഷൻ തന്നെ ഇല്ലാണ്ടാവും. സോ അത് പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0, y of x is equal to 0, y dash of x is equal to 0. ഓക്കെ, ഇനിയിപ്പോ രണ്ട് എക്സിന് പറ്റില്ല, x1 x2. ഇപ്പൊ അതിന് പകരം വേണമെങ്കിൽ ഞാൻ നമ്മളുടെ 0ഉം പൈയും എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 1ഉം 2ഉം വേണമെങ്കിൽ 1ഉം 2ഉം എടുക്കാം. അപ്പൊ y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0. അപ്പൊ ഇത് എന്താണ്? ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ് പറയാൻ കാരണം തന്നിട്ടുള്ള രണ്ട് കണ്ടീഷൻസിലും ഫസ്റ്റ് കണ്ടീഷനിൽ A1 0 ആണ്, സെക്കൻഡ് കണ്ടീഷനിൽ B1 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി ഇത് തന്നെ വേണമെന്നില്ല, A1 ഇത് തന്നെ വേണമെന്നില്ല, y of 0 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ y ഡാഷ് ആയിട്ട് എടുക്കാം. ഏതെങ്കിലും കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവണം എന്നേ ഉള്ളൂ. ഇനി നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഒരു എക്സാമ്പിൾ, y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 1, y of 0 is equal to 0, y of pi is equal to 0. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് അറിയാം ദിസ് ഇസ് എ നോൺ ഹോമോജിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിലാണ്. സോ ദിസ് ഇസ് എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഈ y of 0 y of pi തന്നെ വേണമെന്നില്ല, y dash of 0 y of pi തരാം, അല്ലെങ്കിൽ y of 0യും y dash of pi യും തരാം, അല്ലെങ്കിൽ രണ്ടും y ഡാഷുകളും തരാം. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് വേണം. ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി A1 into y plus B1 into y dash is equal to C1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും, അതേമാതിരി A2 into y of b, ഇത് y of a യില്, ഇത് y of b. ദാറ്റ് മീൻസ് a എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് b എന്ന് പറയുന്ന പോയിന്റിലാണ്. A2 into y plus B2 into y dash is equal to C2 എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷൻ. ജനറൽ ഫോം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇത് ജസ്റ്റ് രണ്ട് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഈ പറയുന്നതില് നമ്മളുടെ കോയിഫിഷ്യൻസ്, നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോയിഫിഷ്യൻസ് ആയിരുന്നു A1 A2 B1 B2. രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരുന്നതിലത്തെ കോയിഫിഷ്യൻസ് ആണിത്. ഇതില് എല്ലാതും തന്നെ കോൺസ്റ്റൻസ് ആവണം എന്നില്ല. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു പാരാമീറ്റർ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യുന്നതായിരിക്കാം. അത് നമുക്ക് പ്രോബ്ലം തരുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ ഏതോ ഒരു കോൺസ്റ്റന്റ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ എലമെന്റ്സ് ഉള്ളത് എങ്കിൽ ഈ എലമെന്റ്സ് അല്ല, ഇത് കോൺസ്റ്റന്റ് പാരാമീറ്റർ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ കോയിഫിഷ്യൻസ് ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് A2 of x, A1 of x, A0 എന്ന് പറയുന്ന നമ്മളുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ കോയിഫിഷ്യൻസ് എന്തായിരുന്നു? A2 y ഡബിൾ ഡാഷ് പ്ലസ് A1 y ഡാഷ് പ്ലസ് A0 y is equal to 0 എന്നായിരുന്നില്ല നമ്മളുടെ ഇക്വേഷൻ. ഇതിലത്തെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോ ലാംഡ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ ഇൻറ്റു y ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു 0 ഈ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാരാമീറ്റർ നോക്കുക. y ഡാഷിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലാംഡയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ലാംഡ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇത് മാറും. അതല്ലെങ്കിൽ ഇപ്പൊ 2 ലാംഡ y ഡാഷ് തന്നിട്ടുള്ള വെച്ചാൽ എഗെയിൻ ലാംഡ എന്ന് പറയുന്നതിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ y ഡാഷിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു പാരാമീറ്റർ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക? y1ഉം y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെ? കാരണം എന്താണ്? ഇത് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഇക്വേഷന് രണ്ട്
ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണുള്ളത്. അത് y1 y2 ആണെങ്കിൽ ഇവിടുത്തെ കോയിഫിഷ്യൻസ് ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വേരി ചെയ്യുന്നുണ്ടാവുക. അപ്പോ നമ്മളുടെ ഈ ഇക്വേഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂസ് എന്താണോ വേണ്ടത് അതിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഐഗൺ വാല്യൂസ് എന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നും അതേമാതിരി തന്നെ ഐഗൺ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതുമാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഏതോ ലാംഡയെ അല്ലെങ്കിൽ ഏതൊരു പാരാമീറ്റർ ലാംഡയ്ക്കാണോ നമ്മളുടെ ഈ തന്നിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുന്ന ഏതൊക്കെ ലാംഡ വാല്യൂസ് ആണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് ലാംഡ വാല്യൂസ് for which നമുക്ക് എന്ത് പറയാം? For which the equation has non-trivial solution. ലാംഡ വാല്യൂസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ തരുന്നത്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുക? നാച്ചുറലി നമ്മുടെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിനാണ്. അപ്പൊ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ലാംഡ വാല്യൂസിനാണോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ലാംഡ വാല്യൂസിനാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിംഗ്ലി നമ്മൾ പറഞ്ഞു y1 y2 ഈ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറും എന്നുള്ളത്. അപ്പൊ ആ y1 y2 എന്ന് പറയുന്ന ഫങ്ഷൻസിനെയാണ്, ആ സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് ഐഗൺ വാല്യൂ ഫങ്ഷൻസ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ തരുന്ന ലാംഡകളാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ലാംഡ വാല്യൂസ് ആണ് ഫോർ വിച്ച് വി ഗെറ്റ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് സപ്പോ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത്, നമ്മുടെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് ആണ്. ഇനി ഐഗൺ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? കറസ്പോണ്ടിങ് നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് തരുന്ന ലാംഡ വാല്യൂസ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെ ചെയ്യാം. സോൾവ് ദ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ y ഈക്വൽ ടു 0, y ഓഫ് 0 is equal to 0, y of L is equal to 0, and hence find its eigen values and eigen functions. Using this show that boundary value problem y double dash plus 10y is equal to 0 and conditions under possesses only the trivial solution. അപ്പൊ നമുക്ക് ആദ്യം ഈ ഭാഗം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോർഷനിലേക്ക് പോവാം. നമുക്ക് ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയില്ല. ലാംഡ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇതിന് പല സൊല്യൂഷൻസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ലാംഡയെ 3 ഡിവൈഡ് ചെയ്യും. ലാംഡ ഇസ് ഈക്വൽ ടു 0 വരുന്ന ഒരു കേസ്, ലെസ് ദാൻ 0 വരുന്ന കേസ്, ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസ്, 3 നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലാംഡ ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസ്. ലാംഡ 0 ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. എങ്ങനെ ചെയ്താൽ മതി? ഇതിനെ 2 തവണ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ഡാഷ് ഇസ് ഈക്വൽ ടു c1x എന്ന് പറഞ്ഞു വരും. ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? c1x ആണ് വരിക. ഇനി ഇതിനെ രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? y ഇസ് ഈക്വൽ ടു c1x സ്ക്വയർ പ്ലസ് c2x.
ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കിട്ടി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1x²/2 പ്ലസ് c2x. ഇനി c1/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലേ, നമുക്കതൊരു c3 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ c3x² പ്ലസ് c2x. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു x² പ്ലസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു സോറി തെറ്റിയില്ല. ഓക്കെ, എങ്ങനെയായിരുന്നു y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇന്റഗ്രൽ d²y/dx² ആണ്. അപ്പൊ y ഡാഷ് ആണ് വരിക. y ഡാഷ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ല, ഈ സീറോന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് c1 അല്ലേ വരിക, c1x അല്ല. നമുക്ക് ഇവിടെ 1 ആയിരുന്നെങ്കിൽ നമുക്ക് x എന്ന് പറഞ്ഞ് എഴുതാമായിരുന്നു. ഇത് 0 ആയതുകൊണ്ട് നമുക്ക് എന്താ വരിക, c1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇനി ഇതിനെ രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടും. സോ y ഇസ് ഈക്വൽ ടു, ഇപ്പൊ കോൺസ്റ്റന്റ് വന്നതുകൊണ്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1 ഇൻറ്റു എക്സ് പ്ലസ് c2. സോറി, ഞാൻ നേരത്തെ ചെയ്തപ്പോൾ വേറെ എന്തൊക്കെ ആലോചിച്ചു. നമ്മൾ y ഇസ് ഈക്വൽ ടു c1x പ്ലസ് c2 എന്നുള്ളതാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, ഇവിടുത്തെ സൊല്യൂഷൻ ആയിട്ട് വരിക. കഴിഞ്ഞു നമ്മളുടെ ഇത് ജനറൽ സൊല്യൂഷൻ ആയിട്ട്. അപ്പൊ ഇവിടെ നിർത്താൻ പറ്റില്ല, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ y ഓഫ് ഇതില് 0 അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, y ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x വാല്യൂ 0 ആകുമ്പോൾ y വാല്യൂ 0 ആണ്. സോ 0 ഇസ് ഈക്വൽ ടു c1 ഇൻറ്റു 0 പ്ലസ് c2. ദാറ്റ് ഇസ് c2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്തായിട്ട് വന്നു, 0 ആയിട്ട് വന്നു. ഇനി അടുത്തത് എന്താണ്, y ഓഫ് l ഇസ് ഈക്വൽ ടു 0. അപ്പോ y വാല്യൂ 0 ആണ് എപ്പോ, എക്സിന്റെ വാല്യൂ l ആവുന്ന സമയത്ത്. സോ c1 ഇൻറ്റു l പ്ലസ് c2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം c2 ഓൾറെഡി നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്, 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, c1 എന്ന് പറയുന്നത് എന്തായേ പറ്റുള്ളൂ, 0 ആയേ പറ്റുള്ളൂ. അപ്പൊ എന്ത് വന്നു, രണ്ട് കോൺസ്റ്റന്റ്സും എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പൊ ലാംഡ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് വരുന്നത്, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ y ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്, ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അപ്പൊ y 0 ആവുന്ന സമയത്ത് ഈ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ലാംഡ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എടുത്ത് നോക്കാം. രണ്ടാമത്തെ കേസ് ഓക്കെ, ലാംഡ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലി അത് നെഗറ്റീവ് ആണെന്ന് കാണിക്കണം. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു -a² എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോസ് ചെയ്തു. -a² എന്ന് പറഞ്ഞ് എടുക്കാൻ കാരണം a² എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. സോ ദാറ്റ് വിൽ ബി ഓൾവേസ് എ പോസിറ്റീവ് നമ്പർ. അപ്പൊ അതിന് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനേ ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. ദിസ് വിൽ ബി ഓൾവേസ് എ നെഗറ്റീവ് നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 0. അതുകൊണ്ടാണ് നമ്മൾ ലാംഡയ്ക്ക് ഇങ്ങനത്തെ ഒരു നമ്പർ ആക്കി കൊടുത്തത്. a is greater than 0, അത് a is less than 0. a എന്ത് തന്നെ ആയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഫോമിലേക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം എന്ത് ചെയ്യാം, a എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോ നമ്മൾക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, ലാംഡ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് a² ഇൻറ്റു y is equal to 0 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇക്വേഷൻ മാറി. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. നമ്മളുടെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ എങ്ങനെയാ നമ്മള് ഡെറിവേറ്റീവ് നമ്മൾ m വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് ഓക്സിലറി ഇക്വേഷൻ കിട്ടുക, m² മൈനസ് a² ഇസ് ഈക്വൽ ടു 0. m² മൈനസ് a² ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m പ്ലസ് a into m minus a is equal to 0. That is m is equal to plus or minus a. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് മൈനസ് എയും ഇവിടെ നിന്ന് പ്ലസ് എയും കിട്ടും. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിട്ട് മാറും, y is equal to c1 e raised to m1x. m1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ax ആക്കി എടുക്കാം. ഫസ്റ്റ് പ്ലസ് a എടുത്തു, പ്ലസ് c2 into e raised to m2x, that is minus ax ആക്കി എടുക്കാം. മൈനസ് a നമ്മൾ
സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ y is equal to c1 e raised to ax plus c2 e raised to ax ആണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? y of 0 is equal to 0യും y of l is equal to 0യും ആണ്. അപ്പോൾ x 0 ആകുമ്പോഴൊക്കെ y 0 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 is equal to c1 into e raised to a into 0. That is e raised to 0 1 ആണ്. So c1 into 1 plus c2 into again e raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. That is c1 plus c2 is equal to 0 എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. എക്സിന്റെ വാല്യൂ എല്ലാം ആവുന്ന സമയത്ത് y വാല്യൂ 0 ആണ്. അപ്പൊ 0 is equal to c1 e raised to al plus c2 e raised to minus al. c1 e raised to al plus c2 e raised to minus al. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് c1 c2 വാല്യൂസ് കിട്ടും. ഇവിടെ നിന്ന് എന്ത് പറയാം? c1 is equal to minus c2 പറയാം. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0 is equal to minus c2 e raised to al plus c2 e raised to minus al. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് LHS RHS കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ LHSല് e raised to al ടേംസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ കമ്പയറിംഗ് കോയിഫിഷ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 0 is equal to minus c2 which is implies c2 is equal to okay അത് വേണ്ട, അപ്പൊ എന്താണ് ഇവിടെ നിന്ന് വരുന്നത്? 0 is equal to c1 e raised to al അല്ല c2 e raised to a minus c2 e raised to al plus c2 e raised to minus al which is equal to 1 by e raised to al എന്നല്ലേ? അപ്പൊ minus c2 into e raised to al plus c2 divided by e raised to al എന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇത് LCM എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? minus c2 e raised to al into e raised to al, that is e raised to al plus c2 whole divided by e raised to al. അപ്പൊ ഇവിടെ LHSൽ നമുക്ക് എന്തായിട്ട് കിട്ടും? LHSല് 0 is equal to e raised to al into 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. So 0 is equal to രണ്ടിലും കോൺസ്റ്റന്റ് c2 ഉണ്ട്. അപ്പൊ c2 into minus e raised to al plus 1 എന്ന് പറഞ്ഞു കിട്ടും. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം this cannot be equal to 0. കാരണം ഇത് എയും എല്ലും ഒക്കെ നമ്മളെ കോൺസ്റ്റന്റ്സ് ആണ്. എ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ഈ ടേം ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അപ്പൊ എന്തായേ പറ്റുള്ളൂ? c2 0 ആയാൽ മാത്രമേ this equation will be 0. അപ്പൊ c2 0 ആയി കഴിഞ്ഞാൽ c1 നമുക്ക് എന്തായിരുന്നു? minus c2 ആയിരുന്നു, which implies c1 also is equal to 0. അപ്പൊ എന്ത് വന്നു? y ലാംഡ നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് yന്റെ വാല്യൂ എന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ട്രിവിയൽ സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് അവിടെയും കിട്ടിയത്. ഓക്കെ, ട്രിവിയൽ സൊല്യൂഷൻ തന്നെ കിട്ടി. ഇനി നമുക്ക് ഒരു കേസും കൂടി നോക്കാനുണ്ട്. ലാംഡ ഗ്രേറ്റർ ദാൻ 0 വരുന്ന സമയത്ത് ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് സം a സ്ക്വയർ ആണെന്ന് പറയാം. a സ്ക്വയർ എന്തായാലും സ്ക്വയർ ആയതുകൊണ്ട് വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? y സ്ക്വയർ y ഡബിൾ ഡാഷ് പ്ലസ് a സ്ക്വയർ y is equal to 0. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ m സ്ക്വയർ പ്ലസ് a സ്ക്വയർ is equal to 0. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും? m സ്ക്വയർ is equal to minus a സ്ക്വയർ which implies m is equal to plus or minus ai. കാരണം മൈനസ് റൂട്ട് m is equal to സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് a സ്ക്വയർ ആണ് നമുക്ക് വരിക. അപ്പൊ കോംപ്ലക്സ് വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരും? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 cos ax plus c2 sin bx. c1 cos ax plus sin bx അല്ല sin ax a ആണ് നമ്മളുടെ ഇവിടുത്തെ കോംപ്ലക്സ് വാല്യൂ. അപ്പം
C1 cos AX plus C2 sin AX എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇന്നത്തെ ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മളുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻസ് മീൻസ് y of 0 is equal to 0, y of L is equal to 0. അപ്പം y വാല്യൂ 0 ആണ്, x വാല്യൂ 0 ആവുന്നു. ദാറ്റ് ഇസ് cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ C1 into 1 plus C2 into sin 0 0 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? C1 is equal to 0 എന്ന് പറഞ്ഞു കിട്ടി. ഈ C2ന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അപ്പൊ ഇനി C2ന്റെ വാല്യൂ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് മാച്ചു? C2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈയുടെ വാല്യൂ 0 ആണ്, വെൻ എക്സ് വാല്യൂ ഇസ് L. അപ്പൊ എന്ത് വരും? C1 നമുക്ക് ഇനി എഴുതേണ്ട ആവശ്യമില്ല, കാരണം C1 ഓൾറെഡി 0 ആയി. സോ ഫസ്റ്റ് ടേം നമുക്ക് അവിടെ cos xന്റെ കോഎഫിഷ്യന്റ് 0 ആയതുകൊണ്ട് അത് വേണ്ട. C2 ഇൻറ്റു സൈൻ AX ആയിരുന്നു, അപ്പൊ 2 അല്ല AL, C2 സൈൻ AL എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് വരിക. C2 സൈൻ AL 0 ആവണമെന്നുണ്ടെങ്കിൽ എയും എല്ലും എല്ലാം എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്നെങ്കിൽ C2 0 ആവാം. C2 0 ആവുന്ന സമയത്ത് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രിവിയൽ സൊല്യൂഷൻ ആയിട്ട് വരും. രണ്ടാമത്തെ കേസ് നമുക്ക് ഇവിടെ നിന്ന് പറയാവുന്നത് എന്താണ്? സൈൻ AL 0 ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 വരും, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 0 വരും. അപ്പൊ ഈ ഇക്വേഷൻ 0 ആവാൻ രണ്ട് ചാൻസുകൾ ഉണ്ട്. ഒന്നെങ്കിൽ C2 0 ആവാം, അല്ലെങ്കിൽ സൈൻ AL എന്ന് പറയുന്നത് 0 ആവാം. വേർ A and L are both constants. അപ്പൊ സൈൻ AL എന്ന് പറയുന്ന ടേം 0 ആവണമെങ്കിൽ നമ്മളുടെ ഈ ആംഗിൾ എന്ന് പറയുന്ന സൈനിന്റെ ആംഗിൾ AL എന്ന് പറയുന്നത് എന്തായിരിക്കണം? മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആയിരിക്കണം, അല്ലെ? AL എന്ന് പറയുന്നത് സൈൻ എപ്പോഴൊക്കെ 0 ആവാ? n പൈ. സൈൻ n പൈ ആണ് നമുക്ക് 0. ജനറൽ ഫോമിൽ അറിയാം സൈൻ n പൈ ആണ് നമുക്ക് 0, which implies A is equal to n പൈ. A is equal to n പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് എന്തായി? n പൈ ബൈ L. അപ്പൊ നമ്മളുടെ തന്നിട്ടുണ്ടായിരുന്ന ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിലത്തെ ആ ലെങ്ത് എല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ A കിട്ടിയത്. അപ്പോ ഈ കോയിഫിഷ്യന്റ് നമ്മളുടെ ലാംഡ എന്ന് പറഞ്ഞാൽ A² ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ലാംഡ ഇസ് ഈക്വൽ ടു A² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? n² π² ബൈ L². അപ്പോ ഇതാണ് നമ്മളുടെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ? ഇത് നമുക്ക് സൈൻ AL ആണ് നമുക്ക് 0 ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈൻ AL 0 ആവണം എന്നുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ ഇതായിരിക്കണം. അപ്പൊ ലാംഡ 0 ആവുന്ന സമയത്ത് നമ്മുടെ സൊല്യൂഷൻ എന്താ പറയാ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് C2 സൈൻ AL ആയിട്ട് മാറും. C2 സൈൻ AL. സൈൻ AL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? C2 സൈൻ n പൈ ബൈ L. കാരണം AL അല്ല, n പൈ ബൈ L അല്ല, n പൈ. അപ്പൊ നമ്മളുടെ ജനറൽ ഇതാണ്. നമുക്ക് ഇതില് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ കിട്ടിയത്. ഇനി നമ്മുടെ ജനറൽ സൊല്യൂഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതൊക്കെ മായ്ക്കുന്നു, നമുക്കിപ്പോ ലാംഡയുടെ വാല്യൂ മാത്രം മതി. ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് n² π² ബൈ L² ആണെങ്കിൽ നമ്മളുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to C1 cos x. C1 0 ആയി. അപ്പൊ C2 ഇൻറ്റു സൈൻ AX ആയിരുന്നു. എയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്താന്നാ കിട്ടിയിട്ടുണ്ടായിരുന്നത്? A is equal to n പൈ ബൈ L എന്നാണ് പറഞ്ഞത്. കാരണം AL is equal to n പൈ എന്നാ പറഞ്ഞത്. അപ്പൊ AX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n പൈ ബൈ L ഇൻറ്റു x എന്ന് പറഞ്ഞു വരും. So this will be the general solution when lambda is equal to n² π² by L². അപ്പൊ നമുക്ക് എന്ത് വന്നു? ഈ തന്നിട്ടുള്ള ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടിയത് എപ്പോഴാണ്? ലാംഡയുടെ വാല്യൂ
n square pi square by l square ആയ സമയത്താണ്. So this is the eigen values, അല്ലെങ്കിൽ these are the eigen values. ഇതിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോ ലാംഡ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം, 1 into lambda square by l square. ലാംഡ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 square 4 into pi square by l square. ലാംഡ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 square pi square by l square. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ലാംഡയുടെ ഡിഫറെന്റ് ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കറസ്പോണ്ടിംഗ്ലി സൊല്യൂഷൻ എങ്ങനെയാണ് വരിക, നമ്മളിവിടെ ചെയ്ത മാതിരി ലാംഡ 1 ലാംഡ 2 എന്ന് പറയുന്ന ഡിഫറെന്റ് ഐഗൺ വാല്യൂസ് നമ്മുടെ എത്രാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ അല്ലെങ്കിൽ എത്ര n വാല്യൂസ് ഉണ്ട് അത് നമുക്ക് തരും, ക്വസ്റ്റനിൽ തരുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡിഫറെന്റ് ഐഗൺ വാല്യൂസ്. അപ്പൊ ആ ഡിഫറെന്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ട്. ആ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് നമ്മുടെ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐഗൺ ഫംഗ്ഷൻ എങ്ങനെയാ വരിക, y is equal to c1 sin 1 into pi x by l. n 1 ആവുമ്പോൾ ഇപ്പൊ ലാംഡ 1 കറസ്പോണ്ടിങ് c2 sin pi x by l ആണ്. ഇനി ലാംഡ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ക്വയർ പൈ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ ആണ്. നമ്മുടെ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, n into 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ y is equal to c2 sin 2 pi by l into x അല്ലെങ്കിൽ 2 pi x by l. ഇനി ലാംഡ 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ ഫംഗ്ഷൻ c2 sin 3 pi x by l. അങ്ങനെ ഓരോ ഐഗൺ ഫംഗ്ഷന് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ഐഗൺ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ നോക്കാനുണ്ട്. ലാംഡയുടെ വാല്യൂ ഒരു പെർട്ടിക്കുലർ നമ്പർ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെന്താന്നുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ 10 ആവുന്ന സമയത്ത് എന്താണ് വരിക എന്നാണ് ചോദ്യം. ലാംഡയുടെ വാല്യൂ 10 ആവുന്ന സമയത്ത്, അപ്പൊ ലാംഡ ഗ്രേറ്റർ ദാൻ 0 വരുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടായിരുന്നത്, നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമുക്കൊരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ഇവിടെ എൽ അല്ല തന്നിട്ടുള്ളത്, ഇവിടെ y ഓഫ് പൈ ആണ്. y ഓഫ് 0 is equal to 0, ലെങ്ത് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷൻ എങ്കിൽ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് വേണം നമുക്ക് കാണിക്കാൻ. ഓക്കെ, അപ്പോൾ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് എന്തറിയാമായിരുന്നു, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ലാംഡ വാല്യൂ എന്താണ്, ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇവിടുത്തെ എല് പൈ ആവുമ്പോൾ ദാറ്റ് മീൻസ് ലാംഡ n സ്ക്വയർ പൈ സ്ക്വയർ ബൈ പൈ സ്ക്വയർ ആവുന്ന സമയത്ത് മാത്രമേ നമ്മളുടെ ലാംഡ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ ഫംഗ്ഷൻസിനെ നമുക്ക് തരുള്ളൂ. അല്ലെങ്കിൽ ലാംഡ ഐഗൺ വാല്യൂസ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ലാംഡ എന്ന് പറയുന്നത് n സ്ക്വയർ എന്നുള്ള ഫോം ആയിരിക്കണം. പക്ഷെ 10 എന്ന് പറയുന്നത് ഒന്നിന്റെയും സ്ക്വയർ അല്ല, ഒരു നാച്ചുറൽ നമ്പറിന്റെയും സ്ക്വയർ അല്ല 10. therefore ലാംഡയുടെ വാല്യൂ 10 വരുന്ന സമയത്ത് ഈ ഫോമിൽ അല്ല നമ്മുടെ ലാംഡ ഉള്ളത്. therefore this lambda, the given lambda is not an eigen value and correspondingly doesn't give eigen functions. അപ്പൊ എന്തേ ഉള്ളൂ, ഇതിന് ട്രിവിയൽ സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിലാണ് കറസ്പോണ്ടിങ് ലാംഡയെ നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഐഗൺ വാല്യൂ ആണെന്ന് പറയാൻ പറ്റുക. കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് സൊല്യൂഷൻസ്, നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് ഐഗൺ ഫംഗ്ഷൻസ്. പക്ഷെ ഇവിടെ ലാംഡ 10 ആവുന്ന സമയത്ത് ലാംഡ നമ്മളിവിടെ ശരിക്കും എന്താണ്, ഇവിടുത്തെ ലാംഡ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുന്നുള്ളൂ, ഐഗൺ ഫംഗ്ഷൻ വാല്യൂ ആവുന്നുള്ളൂ. പക്ഷെ 10 എന്ന് പറയുന്നത് ഒന്നിന്റെയും സ്ക്വയർ അല്ല. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ലാംഡ 9 ആണ് തന്നിരുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇവിടെ y ഡബിൾ ഡാഷ് പ്ലസ് 9y ആണ് നിങ്ങൾക്ക് തന്നിരുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, 9 is equal to 3 സ്ക്വയർ. 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണ്. therefore corresponding equation has a non-trivial solution എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ 10 എന്ന് പറയുന്നത് ഒന്നിന്റെയും സ്ക്വയർ അല്ലാത്തത് കൊണ്ട് this സെക്കൻഡ് ഓർഡർ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഹാസ്, സെക്കൻഡ് ഓർഡർ എന്ന് പറയണ്ട, ബൗണ്ടറി വാല്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ദിസ് എന്താ പറയാ, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം
has only trivial solutions. അല്ലെങ്കിൽ this possesses only trivial solution. ഓക്കെ, ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.